ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ പൊങ്ങി കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. നമുക്കിവിടെ വെള്ളം അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാൽ പോലും അത്യാവശ്യം പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് വെള്ളമാണെങ്കിൽ നമുക്കിവിടെയൊക്കെ വെള്ളമാകുമേ. ഇത് പ്യൂരിഫയറാണ് കേട്ടോ, ഞാൻ മീഷോയിൽ നിന്ന് വരുത്തിയതാണേ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിണറ്റിലെ വെള്ളത്തിന് കലക്കലുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഇത് കൂടി ചെറിയ പ്യൂരിഫയർ മേടിച്ചതിന് കലക്കൽ കളയാൻ മാത്രം കേട്ടോ ഇതുകൊണ്ട് പറ്റുള്ളൂ. പക്ഷേ അധികം ശുദ്ധീകരിച്ചൊന്നും കിട്ടുകയില്ല, അതിന് നമുക്ക് വലിയ പ്യൂരിഫയർ തന്നെ വേണം കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിൻ്റെ അകത്തെ കോയിൽ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് മീഷോയിൽ നിന്ന് വരുത്തിയതാണ്. കടയിൽ നിന്ന് മേടിച്ച് തിരിച്ചു കൊടുത്തേ. അന്നേരം ഇപ്പം ഇത് പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനം ഉണ്ടോയെന്ന് ഞാനിപ്പം വന്ന വഴി തുറന്ന് നോക്കിയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതൊന്നും അടുത്ത ദിവസം എടുത്തതല്ല, ഇതെല്ലാം കൂടെ കൂടി ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നു എന്നുള്ളതേ. അപ്പം വെള്ളം അത്ര കറക്റ്റ് കളറിലൊന്നും അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ യൂണിഫോം കഴുകുമ്പോൾ അത് മഞ്ഞ കളറിൽ ഇരിക്കും കേട്ടോ. നമുക്ക് വലിയ പ്യൂരിഫയർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഈ ചെറുത് വെച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറി ഈ വലുതിലോട്ട് വരുമ്പോൾ അത് ശുദ്ധീകരിച്ച് വരുന്നത്. അപ്പം ഞങ്ങൾ ഓർത്തെന്നാൽ ചെറുത് മേടിച്ച് കിട്ടുമെങ്കിൽ അത് വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പം ബാത്റൂമിലും എല്ലാം ഇത് വെച്ചു കേട്ടോ. തുണി അലക്കുന്നിടത്തും ഇത് മേടിച്ച് വെക്കണം. ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാവേ. ഇതിലോ ഈ ചാനലിലോ ഗോവിന്ദ വിനോദ് വ്ളോഗ്സിലോ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഇത് ഒരുപാട് ഗുണമുണ്ട്. അതിനാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ പിള്ളേരെ യൂണിഫോമിൻ്റെ കളറ് ഇളം കളറിയിരിക്കും. വേറെ പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേരുടെ യൂണിഫോമിൻ്റെ കളറില്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മീഷോയിൽ നിന്ന് വരുത്തിയപ്പോൾ എല്ലാ കൂട്ടവും കിട്ടിയിട്ടുണ്ട്. 322 രൂപയാണ് കേട്ടോ വില. പിന്നെ ഇത് മീഷോയിൽ നിന്ന് വരുത്തിയ വിത്തായിരുന്നു, ശംഖുപുഷ്പത്തിൻ്റെ. ഏതാണ്ട് 15-20 വിത്തുണ്ടായിരുന്നു. അത് എല്ലാം തന്നെ പിടിച്ചു കേട്ടോ. അപ്പം ഉള്ള ചട്ടിക്കകത്തൂടെയൊക്കെ അപ്പൂ അത് മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പൂ എല്ലാം പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പവും ഗോവിന്ദും ഒരാളാണ് കേട്ടോ. ഗോവിന്ദ വിനോദ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലൊക്കെ ഉണ്ട്. നമ്മുടെ മൂത്ത മോനാട്ടോ. ഇളയവന് ആനന്ദ്, അവന് 9ാം ക്ലാസ്സിലായിട്ടേ ഉള്ളേ. പിന്നെ ഇത് എന്തോ ഒരു ചെടിയാട്ടോ ഇതിൻ്റെ ഈ വിത്ത്. എനിക്ക് ഇതുപോലെ ഒരു മാലയുണ്ട് ഇങ്ങനത്തെ മുത്തുള്ളത്, അതുകൊണ്ട് ഇത് ഒരു ചെടി നിർത്തിയിട്ട് ബാക്കി ഇവിടെ എന്തോ കാട്ടുചെടിയാണെന്ന് പറഞ്ഞ് പറിച്ച് കളയും. പക്ഷേ ഇതിനെന്തോ ഔഷധ ഗുണം ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് ഒരെണ്ണം നിർത്തിയേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു വെള്ളം മാതിരിയൊക്കെ ഉണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല രസമാണ് കാണാൻ, അതുകൊണ്ട് അതവിടെ നിർത്തിയതാട്ടോ. ഇപ്പം ഇത് കാണിക്കുന്നതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പോയി കേട്ടോ. ഈ മഴ അടച്ച് പെയ്ത് കഴിഞ്ഞപ്പം ഇത് ഞാൻ കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോകളാണ്. ഇത് എല്ലാം തന്നെ അതെ കേട്ടോ. പിന്നെ ഇപ്പോഴും ആ പ്യൂരിഫയർ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ, അതിനുള്ള സമയം കിട്ടിയില്ല. ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കോളാമ്പിച്ചെടി, ഇതിൻ്റെ പൊക്കത്തിലെ പന്തലുരുണ്ട് വീണ അതും ഒരു നാശമായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ഈ ഭാഗമൊന്നും പോയിട്ടില്ല നിലവിൽ ഇപ്പോഴേ. ഇപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലാണേലും വെള്ളയും നീല ശംഖുപുഷ്പവും ഈ കോളാമ്പിച്ചെടിയും പിന്നെ ചുമന്ന നക്ഷത്രച്ചെടി ചെറിയ പൂവുണ്ടാകുന്ന ചെടിയില്ലേ അതും നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പൂൻ്റെ പണിയാട്ടോ. ഇതിൻ്റെ അതൊരു വലിയ കഥയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മുറ്റത്ത് ഓട്ടോ വരും. പിള്ളേർ സ്കൂളിൽ അങ്ങനെ ഓട്ടോയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും വരും കേട്ടോ. ഇപ്പം നന്ദു മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു 4-ലും 5-ലും പഠിക്കുമ്പോൾ വണ്ടി വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു 8:30 ആകുമ്പോഴത്തേനും ഓട്ടോ വരുന്നത്. ഇവനൊരു 7 മണിയൊക്കെ കഴിയുമ്പോൾ മുതൽ ഒരുങ്ങി നിൽപ്പ് തുടങ്ങി. അവിടെ മുറ്റത്ത് പോയി നമ്മളും കൂടെ പോയി നിൽക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കൊടിയുടെ തലയ്ക്ക് ഒടിച്ച് നട്ടു വയ്ക്കുന്നു, ചെടി ഒടിച്ച് നട്ടു വയ്ക്കുന്നു. അങ്ങനെ നട്ടു വെച്ച കൊടിയാട്ടോ ഇത്. അപ്പോൾ അത് കുറ്റിക്കുരുമുളകാക്കിയതാണ് പുള്ളിയത്. ഇവിടുന്ന് അന്നും കുഞ്ഞിലേ മുതൽ കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംമാതിരി മുളക്. ഇപ്പോൾ എത്ര വർഷമായെന്നറിയാം മുളക് കിട്ടാൻ തുടങ്ങിയിട്ട്. ഇത് അധികം പൊങ്ങി പോകത്തില്ലേ. അതായത് സ്പെഷ്യലായിട്ട് കുറ്റിക്കുരുമുളകായിട്ട് മേടിച്ച് വെച്ചൊന്നുമല്ല. ഇത് കൊടിയുടെ കയറ്റുതല എങ്ങാണ്ട് ഒടിച്ച് വെക്കുന്നതാണ്. ഇതുപോലെ തന്നെ അവൻ അപ്പുറം നട്ട് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ആ റോഡിലാണ് കമ്പിയൊക്കെ ഇരിക്കുന്നില്ല, ആ റോഡിലാണ് വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നേരത്തിന് കാണിക്കുന്നുണ്ട്. വണ്ടി വരുന്ന ഒച്ച കേൾക്കുമ്പോൾ പെട്ടെന്ന് കൈയും കഴുകി ചാടി ഇറങ്ങി പോവേ. ഡ്രസ്സിലൊന്നും ചെളിയൊന്നും ആക്കത്തില്ല. ഇതിലാണേലും കണ്ടോ നിറച്ചും തിരിയിട്ടിട്ടുണ്ട് ഇതിൽ രണ്ടിലും. ഇപ്പോൾ ഇതിൽ ഈ പ്രാവശ്യം നമുക്ക് ഇഷ്ടംമാതിരി മുളക് കിട്ടുവേ. അപ്പം കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കുന്ന കുറേ കാലം ഉപകാരം കിട്ടും. ഇതാണെങ്കിലും തഴുതാമ കേട്ടോ. നമ്മളിത് പന്തലെ കയറ്റി വിട്ടേക്കുമായിരുന്നേ. ഈ പന്തലാണ് ചാടിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. ആ പന്തൽ ഉരുണ്ടി ചാടിയിട്ട് ചോട്ടി നിന്ന് നമ്മുടെ മുമ്പേ കാണിച്ച ശംഖുപുഷ്പം ഇത് കോളാമ്പി ചെടിയും അതേ കിടന്ന ഒരു ശംഖുപുഷ്പം എല്ലാം മറിഞ്ഞു പോയി. പിന്നെ പടിഞ്ഞാറ് വശത്താണെങ്കിലും നിറച്ചും ചെടിയല്ലായിരുന്നു. അതും നമുക്ക് പെട്ടെന്ന് ഒരു ബാത്റൂമും കൂടെ സെറ്റ് ചെയ്യേണ്ട വന്നേ. ഒരു റൂമിലോട്ടും കൂടെ നമുക്ക് 2 ബാത്റൂം ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് ഒന്നുകൂടെ. അപ്പം അതിലെ പൈപ്പ് വലിക്കാൻ വേണ്ടിയിട്ട് അതിലാ മാന്തി കളഞ്ഞു കേട്ടോ. അതൊക്കെ ഇനി പഴയപടി ആക്കി എടുക്കണം. പിന്നെ വിത്തുകളൊക്കെ മുളച്ച് നിന്ന് ഏരിയ ഇതേ. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ നട്ടു, കുറേയൊക്കെ കൊടുത്തു. വിത്തൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് അവനെ. അപ്പോൾ അങ്ങനെ ചുറ്റിക്കറങ്ങി വന്നു. ഇത് വെള്ള ശംഖുപുഷ്പം നമ്മൾ മാറ്റി നട്ട് വെച്ചേക്കുന്ന കേട്ടോ ഒരെണ്ണം. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീലയും വെള്ളയും കൂടെ അടുപ്പിച്ച് നട്ട് കഴിയുമ്പം ഈ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ കളറിനും നീല ശംഖുപുഷ്പത്തിൻ്റെ കളറിനും എന്തോ ചേഞ്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ആ കടുപ്പമൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് മാറ്റി നട്ടേക്കുന്ന ഒരെണ്ണമേ. പിന്നെ ഇത് ഇതും വെട്ടിക്കളഞ്ഞു കേട്ടോ.
വെട്ടിക്കളയാൻ കാരണം എന്ന് പറഞ്ഞാൽ പയറ് കണ്ടില്ലേ, അത് എന്തോ മാതിരി അവിടെ ഇവിടെയൊക്കെ ഓരോ പയറ് വീട് നിറച്ചും ചാഴിയും പിടിച്ച് മെലിഞ്ഞ് എന്തോ ഒരു രൂപത്തിൽ ഒരു സുഖമില്ലാണ്ടാണ് ഈ പ്രാവശ്യം പയറുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പന്തലിലെ പയർ മൊത്തം വിനിച്ചേട്ടൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ടായി വരുമ്പോഴത്തേനും ഓന്ത് വന്ന് അങ്ങ് കളയുന്നതുകൊണ്ട് പിന്നെ ദേഷ്യമായിട്ട് അതെല്ലാം കളഞ്ഞു. അതിനെന്ന് പറഞ്ഞാൽ ഈ ഒരു പന്തലിൽ നിന്ന് ഒരു 10 പയർ പോലും കിട്ടിയില്ല ഇത്രയും ദിവസമായിട്ട്. അതുകൊണ്ട് അത് വെട്ടി വെച്ചിട്ട് അതിൽ കോവലേനും കീര് വരട്ടെ എന്നും പറഞ്ഞ് അത് വെട്ടിക്കളയല കേട്ടോ. പിന്നെ വെണ്ടയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇത് അതുകൊണ്ട് നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് മൊത്തം വാടി താഴെ വീഴും. അതേ പരുവത്തിലൊക്കെ ആയി. പക്ഷേ നമുക്ക് താഴെ നല്ലപോലെ ഇതും അപ്പൂൻ്റെ പണിയാണ് ഇതെല്ലാം. ഇങ്ങനെ ഈ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി ചെവിൻചേട്ടൻ ഉണ്ടാക്കി കൊടുക്കും അവൻ പറയുന്ന പോലെ. എന്നിട്ട് അതിലോട്ട് ഇതെല്ലാം കയറ്റി വിടും കേട്ടോ. ഇനി നമ്മുടെ താഴെ ഈ പറമ്പിലായിട്ട് നമ്മുടെ ഒരു പയർ നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കരോട്ട വെട്ടിക്കളഞ്ഞത്. ഇനി നമുക്കങ്ങ് കരോട്ട പറമ്പിൽ വേറെ പയറുണ്ട്, അത് തന്നെ ഉണ്ട്. എന്നാലും അതിൻ്റെ ഇലക്കൊഴുപ്പൊക്കെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. വെട്ടിക്കളഞ്ഞപ്പോൾ വിഷമമൊക്കെ ആയി, എന്നാലും ഒന്നും ചെയ്യാൻ പറ്റിയല്ല, കൊള്ളുകയില്ലല്ലോ. പിന്നെ കോവലും പയറും കൂടെ അതിലും കിടക്കുന്നത് നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിലും. അങ്ങനെ ചുറ്റിക്കറങ്ങി ഇപ്പറേ വന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു പോയത്. ഇനി ഇപ്പം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് ഇവിടെ എല്ലാം ഒരുമാതിരി കോലമായിട്ടൊക്കെ കിടക്കുക. ഇത് ആ മഴ തുടങ്ങിയ കാലത്തെടുത്തതാണ് ഞാൻ ഈ വീഡിയോയെ. അന്നേരം ഈച്ച തുടങ്ങിയ സമയമാണ്. ഈച്ചയെ പിടിച്ച് വെച്ചേക്കുന്ന മുറ്റത്തൂടെ എല്ലാം. എന്താ ഈ പശ വയ്ക്കുമ്പോഴേക്ക് കുറച്ച് ഈച്ച വരയ്ക്കാതെ കയറി വന്നു. അതിനെ പിടിക്കാൻ നന്ദു ശർക്കര കൊണ്ടേ വെച്ചേക്കുന്നത് അതിൻ്റെ നടുക്ക് കേട്ടോ. അതൊരു ടിപ്പാണ്. ശർക്കര വെച്ചാൽ പെട്ടെന്ന് വന്ന് അതിൽ ഇരുന്നങ്ങ് തീർന്നോളും. പിന്നെ ഒരെണ്ണം പോലും കയറാതെ നോക്കിയാൽ മതി കേട്ടോ. നെറ്റൊക്കെ അടച്ചിട്ട് വാതിലൊക്കെ അടച്ചിട്ട് നോക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ നേരത്തെ ചെറുവള്ളി അമ്പലത്തിൽ പോയതാണ് കേട്ടോ. നമ്മൾ ചെറുവള്ളി എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, ചിറക്കടവ്, ചെറുവള്ളി അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജഡ്ജിയമ്മാവൻ്റെ പ്രതിഷ്ഠയൊക്കെയുള്ളൊരു അമ്പലമില്ലേ, ഈ ചെറുവള്ളി ദേവിക്ക് ഭയങ്കര ശക്തിയുള്ള അമ്മയെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലെ ആ അമ്പലത്തിന് മൊത്തം നീട്ടത്തിലുള്ള പോലെ വലിയൊരു കുളമാണ് കേട്ടോ ഇത്. ഈ കുളത്തിൽ വലിയ ആമയും ഒരുപാട് മീനും ഒക്കെ ഉണ്ട്. ഇവിടെ മീനൂട്ട് നേർച്ചയൊക്കെ നടത്തുന്ന ഒരു അമ്പലം കേട്ടോ. ഞങ്ങളവിടെ നേരത്തെ പോയപ്പോൾ ഞാൻ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഈ അമ്പലത്തിലൊക്കെ പോയിട്ടില്ലാത്തവർ പോവുകയൊക്കെ ചെയ്യണം കേട്ടോ. നല്ല സുഖമാണ്, നല്ല മനസ്സമാധാനം.